ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയാവുക? കോൺഗ്രസിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാകണം. കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തർക്കം നേരത്തെ തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 3 നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വോട്ടെടുപ്പിന് ശേഷം അത് ഒന്നുകൂടി രൂക്ഷമായി തർക്കം. ഹൈക്കമാൻഡ് ഇടപെട്ട് നേതാക്കളെ ശാസിക്കുന്ന അവസ്ഥ വരെ എത്തി. ആരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടരുത്, ഇനി ആരും ഇതേക്കുറിച്ച് പ്രതികരിക്കരുത് എന്നിങ്ങനെയായിരുന്നു ഹൈക്കമാൻഡിന്റെ ശാസന. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ പ്രചാരണം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകൾ നിരന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ നേതാക്കളെ പിന്തുണച്ചുകൊണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റർ വരും. തൊട്ടടുത്ത് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് വലിയ ബോർഡ് വരും. അതിന് തൊട്ടടുത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണവും ആരംഭിക്കും. എന്ന് വെച്ചാൽ തർക്കം കോൺഗ്രസിനകത്ത് രൂക്ഷമായിരുന്നു എന്നർത്ഥം. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും ഹൈക്കമാൻഡ് ശാസിച്ചിട്ടും ഒരു തരത്തിലും പുറകോട്ട് പോകാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴിതാ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ജയിച്ച 63 MLA-മാർ, ആ 63-ൽ 43 MLA-മാർ പിന്തുണക്കുന്നത് കെ.സി. വേണുഗോപാലിനെയാണ് എന്നാണ് പുതിയ വാർത്ത. 43 പേർ പിന്തുണക്കുന്നത് കെ.സി. വേണുഗോപാലിനെയാണ് എന്ന്. 43 പേർ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാലാകും. ലോക്സഭാംഗത്വം രാജിവെച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കും. അതിനുശേഷം എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് നിയമസഭാംഗമാവുകയും ചെയ്യും. അതിന് തയ്യാറായി. എന്ന് വെച്ചാൽ നിലവിൽ ജയിച്ച MLA-മാർ രാജിവെക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് കെ.സി. വേണുഗോപാലിന് വേണ്ടി. അതും കൂടി നേരത്തെ തന്നെ കെ.സി. വേണുഗോപാൽ കണക്ക് കൂട്ടിയിരുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കിയിരുന്നു. ഇരിക്കൂറിൽ നിന്നായിരിക്കും കെ.സി. വേണുഗോപാൽ ജനവിധി തേടുക എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന്. എങ്ങനെയൊക്കെയാണ് കെ.സി. വേണുഗോപാലിന് 43 MLA-മാരുടെ പിന്തുണ ലഭിക്കുന്നത്? ജയിച്ചു വന്ന MLA-മാരിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്നവർ 35 പേരുണ്ട്. അത് വ്യക്തമാണ്. കണക്കുകൾ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10 MLA-മാർ എ ഗ്രൂപ്പിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്, 10 പേർ. അതിൽ നിന്ന് 8 പേർ കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കും എന്നാണ് അറിയുന്നത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. 2 പേർ പിന്തുണക്കാൻ തയ്യാറാകില്ല. അതിലൊന്ന് എ വിൻസെന്റ് ആണ്. കോവളത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച എ വിൻസെന്റ്. മറ്റൊന്ന് തൃപ്പൂണിത്തറ MLA-ആയി മത്സരിച്ച് വിജയിച്ച ദീപക് ജോയിയാണ്. ഈ 2 പേർ കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ശേഷിക്കുന്ന 8 എ ഗ്രൂപ്പ് MLA-മാരും കെ.സി. വേണുഗോപാലിനോടൊപ്പം നിൽക്കും. എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നർത്ഥം. ഇനി ആരാണ് അനുമതി നൽകേണ്ടത്? ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുന ഖാർഗെ എന്നിവർ അടങ്ങുന്ന സംഘം. അവരാണ് തീരുമാനിക്കേണ്ടത് കെ.സി. വേണുഗോപാലിനെ കേരളത്തിലേക്ക് വിടണമോ വേണ്ടയോ എന്ന്. വിടണം എന്ന് തീരുമാനിച്ചാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. ഇതുവരെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജുന ഖാർഗെയോ ദീപാദാസ് മുൻഷിയോ ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല. ആരെയും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല. MLA-മാരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്നാണ് അറിയുന്നത്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെങ്കിൽ അടുത്തത് ആര് എന്ന ചോദ്യം വരും. അവിടെയാണ് വലിയ അടി നടക്കാൻ പോകുന്നത് കേരളത്തിൽ.